വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഷെയ്ൻ ഹോളിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ടെമു ഹോളാണ്. ഷെയ്ൻ പോലത്തെ തന്നെ ഒരു ചൈനീസ് ആപ്പാണ് ഇവിടുത്തെ ടെമു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി പെട്ടെന്നാണ് എനിക്ക് ഈ പാക്കേജ് കിട്ടിയത്. ഒരു 15 ഐറ്റംസ് ആണെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ 2-3 സാധനങ്ങൾ ഞാൻ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് 2-3 ദിവസം വൈകി. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തത് കുറച്ച് ജ്വല്ലറീസ്, ഫോൺ ആക്സസറീസ്, പിന്നെ ഓണത്തിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനെയുള്ള ചില ചില്ലറ സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഒരു 4 പേൾ ആൻഡ് ഗോൾഡൻ ഇതിൽ വരുന്ന ക്ലിപ്സാണ്. ചെറിയ ക്ലിപ്പാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു ക്ലിപ്പാണ്. നമുക്ക് മുടിയൊക്കെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ക്ലിപ്സാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് 4 ഇഷ്ടമായി. അപ്പം ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഓക്കെ, പിന്നെ സെക്കൻഡ് ഐറ്റം ഒരു ഫോൺ കവറാണ്. എൻ്റെ ഫോണിന് പറ്റിയൊരു കവറാണ് കേട്ടോ. എൻ്റെ ഫോൺ ഗോൾഡൻ ആണ്. അപ്പം നാട്ടിൽ നിന്ന് ഞങ്ങൾ സാധാരണ ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ് എൻ്റെ ഫോണിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ട്രാൻസ്പെറൻറ്റ് കേസ് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഫോണിന് പറ്റിയൊരു കേസാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. എൻ്റെ പഴയ കവറ് ഫോണിന് ഒരു പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതാകുമ്പോൾ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ തിക്കാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. എനിക്കറിയില്ല ഈ ഗോൾഡൻ കളറ് പെട്ടെന്ന് പോവില്ലോ എന്നറിയില്ല. പക്ഷേ എൻ്റെ ഫോണിൻ്റെ കളർ ഗോൾഡൻ ആണ്. അപ്പം അത് പക്ഷെ ഒരു സട്ടിലായിട്ടുള്ളൊരു ഗോൾഡൻ ആണ്, ലൗഡായിട്ടുള്ളൊരു ഗോൾഡൻ ആണ് ഇത്. അപ്പോൾ അത് രണ്ടും കൂടെ മാച്ചായി പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ഇട്ട് നോക്കിയിട്ട് ഞാൻ പിന്നെ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം ഈ ഗോൾഡൻ പോകുമെന്ന്. പക്ഷെ ഫസ്റ്റ് കണ്ടപാട് എനിക്കിഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ഷവർ കർട്ടൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി സാധനങ്ങളാണ്. ഓൾറെഡി ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. പിന്നെ ഈ സാധനം, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വളരെ ക്ലംസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ സോനു എനിക്ക് പറഞ്ഞ വഴിയാണ് ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചാർജറിൻ്റെ കവറാണ് കേട്ടോ. ചാർജറിൻ്റെ കേബിളിൽ ഇടാനുള്ള കവറാണ്. പിന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് നമുക്ക് അതിനകത്ത് ചുറ്റി വയ്ക്കാം. പിന്നെ ഇത് ചാർജറിൻ്റെ ഹെഡിലിടാൻ പറ്റുന്ന ഒരു കവറാണ്. കേബിളിൻ്റെ 2 അറ്റത്തും വെക്കാൻ പറ്റുന്ന ഈ 2 സാധനം ഉണ്ട്. കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും, അതേസമയം നമ്മുടെ ഫോൺ ചാർജർ നല്ല കളറായിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വാങ്ങിയൊരു ഐറ്റമാണിത്. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, ഇനി വേണം ഇത് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് ഐറ്റം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ സമ്മർ ക്ലിപ്സ് ആണ്. ആക്ച്വലി ഇത് ഒരു പാക്കിൽ 3 എണ്ണമാണ് വരുന്നത്. 3 വേറെ കളറിലാണ് വരിക. ഒന്നൊരു വൈറ്റ് കളറാണ്, പിന്നെ ഒരു ബ്ലൂ, പിന്നെ ഒരു പീച്ച് കളറിൽ വരുന്ന 3 ഹെയർ ക്ലിപ്സ് ആണിത്. ഇത് ആക്ച്വലി ചെറുതാണ്. എല്ലാവരും ഇട്ട് കണ്ടിട്ടുള്ളത് വലുതാണ്. ഇതിൻ്റെ ചെറുത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ചെറുത് ഇഷ്ടമായി. വലുത് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇടുമെന്ന്. പക്ഷെ ചെറുത് എനിക്ക് ഇഷ്ടമായി, അങ്ങനെ വാങ്ങിച്ചതാണ്. ഒരു പാക്കിൽ 3 ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഐറ്റം. പിന്നെ വീണ്ടും ഒരു ഫോൺ ആക്സസറി ആണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആണിത്. നല്ല ക്വാളിറ്റി ഐറ്റം എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് ഞാൻ നാട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നിട്ട് അത് പൊട്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു 3 കവർ ഗ്ലാസ് ആണ്. പിന്നെന്താ പറയുക, സ്ക്രീൻ പ്രൊട്ടക്റ്റർ. ഇത് 3 സ്ക്രീൻ പ്രൊട്ടക്റ്ററാണ്. അപ്പം അതാണ് നെക്സ്റ്റ് ഐറ്റം. പിന്നെ എന്താ വാങ്ങിയെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സാറ്റിൻ്റെ ഹെഡ് ക്യാപ്പാണ്. എൻ്റെ മുടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള മുടിയാണ് എനിക്ക്. അതായത് ഓരോ സ്ട്രാൻഡ് എടുത്ത് നോക്കിയാൽ ഭയങ്കര തിന്നാണ്. അതുകൊണ്ട് തന്നെ കെട്ട് വീഴാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഒക്കെ എൻ്റെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ കെട്ട് വീണിട്ടുണ്ടാവും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നിട്ടൊക്കെ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഹെഡ് ക്യാപ്പ് വാങ്ങിയത്. അതാകുമ്പോൾ നമുക്ക് മുടി നമുക്ക് നന്നായിട്ട് പിന്നിയിട്ട് പിന്നെ ഈ ഹെഡ് ക്യാപ്പ് വെച്ച് കിടന്നാൽ അത്ര കെട്ട് വീഴില്ല. ഇതൊരു സാറ്റിൻ മെറ്റീരിയലാണ്. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിയ ഒരു ഹെഡ് ക്യാപ്പാണിത്.
പിന്നെ ഓക്കെ, ഇത് ഒരു ഇയറിംഗ് ആണ്. ഇതൊരു റോസ് ഗോൾഡ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. റോസ് ഗോൾഡ് കളറിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ്. റോസ് ഗോൾഡ് ബോഡിയും പിന്നെ അതിനകത്ത് വൈറ്റ് സ്റ്റോൺസും ആണ് വരുന്നത്. അപ്പം ഇത് എന്ന് വെച്ചാൽ ഒരു നീളമുള്ളൊരു ഇയറിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ഇത്രയും എനിക്ക് 3 സ്റ്റഡ്സ് ഉണ്ട്. അപ്പം ഞാൻ 3 സ്റ്റഡ്സും ഇങ്ങനെ കവറായി നിൽക്കുന്ന ഒരു ഇയറിംഗ് ആണ്. അപ്പം 3 സ്റ്റഡ്സും ഇടേണ്ട ആവശ്യമില്ല. ഇത് ഒരെണ്ണം ഇട്ടാൽ 3 കൂടെ കവറായിക്കോളും. അങ്ങനെ ഒരു ഇയറിംഗ് കണ്ടപ്പോൾ എനിക്കിഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. പിന്നെ എന്താണ്, ഓക്കെ, അപ്പം ഇതൊരു നോസ് റിങ്സിൻ്റെ ഒരു പാക്കാണ്. ഇതൊരു സാധാരണ ഗോൾഡൻ നോസ് റിങ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണൊരു സാധാരണ ഗോൾഡൻ നോസ് റിങ്സ്. ഇത് 3 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. ഇതും നോസ് റിങ് തന്നെയാണ്, അതും റിങ് തന്നെയാണിത്. പക്ഷെ ഇതിനകത്ത് സ്റ്റോൺസ് വരുന്നുണ്ട്. ഗോൾഡനിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്ന റിങ് ആണ്. ഇതായിരിക്കും ഞാൻ മിക്കവാറും ഓണത്തിന് ഇടാൻ പോണത്. അപ്പം അങ്ങനെയൊരു റിങ് ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ഇത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ പ്രൊട്ടക്ടറാണ്. കണ്ടില്ലേ, ഗോൾഡൻ ആണ് ഇത് വരുന്നത്. കാണാനൊക്കെ ഭംഗിയുണ്ട്. ഇതും ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. ഇനി അടുത്തായിട്ട് വരുന്ന ഐറ്റം ഒരു ഹിപ്പ് ചെയിൻ ആണ്. ഇതും ഞാൻ ഓണത്തിൻ്റെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഓണത്തിന് ചിലപ്പം എനിക്കിത് ഇടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു ഐറ്റമാണ്. ഒരു ഹിപ്പ് ചെയിൻ ആണ്. ഇത് ഒരു പാക്കിനകത്ത് 2 എണ്ണമാണ് വരുന്നത്. ഇത് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, അല്ലാണ്ട് ഒറ്റയ്ക്കും വേണമെങ്കിൽ ഇടാം. ഓരോന്നായിട്ട് ഇടാം. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം എല്ലാം കൂടി ഇട്ട് ഓവർ ആണെങ്കിൽ ഞാൻ ഇടില്ല. ഇല്ലെങ്കിൽ ചിലപ്പം മിനിമൽ ആണെങ്കിൽ ചിലപ്പം ഞാൻ ഈ ഹിപ്പ് ചെയിനും കൂടെ പെയർ ചെയ്യും. അതിനുവേണ്ടി വാങ്ങിയ ഒരു ഐറ്റമാണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതും ഒരു ഫോൺ ആക്സസറി തന്നെയാണ്. ഇത് നമ്മുടെ ഫോണിൻ്റെ ഹാങ്ങിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഇതൊരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഇതാണ്. എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും താഴെ വീഴും. എൻ്റെ ഫോൺ താഴെ വീഴുന്നതിന് കണക്കില്ല. അപ്പം ഇതിനെനിക്ക് ഒരു ഐഡിയ തോന്നി വാങ്ങിച്ചതാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ കയ്യിലിട്ടാൽ പിന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത് വീഴില്ലല്ലോ. ആക്ച്വലി ഇതൊരു ഫോണിന് ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഇടുന്ന ഐറ്റമാണ്. പക്ഷേ എനിക്ക് ഒരു പർപ്പസും കൂടി ഉണ്ട്. ഇങ്ങനെ കയ്യിലിട്ടാൽ പിന്നെ അത് വീഴില്ലല്ലോ, കയ്യിൽ നിന്ന് ഫോൺ വീഴില്ലല്ലോ. അങ്ങനെ വാങ്ങിച്ചൊരു ഐറ്റമാണ്. ഇതിന് ഒരു ഗോൾഡൻ ബീഡ്സ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ ഒരു മെറ്റാലിക് പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഹുക്ക് ഉണ്ട്. എവിടെയാണ് നമ്മൾ ഹുക്ക് ചെയ്തിടുക. ഇത് നമ്മുടെ ഫോണിൻ്റെ കവറിൻ്റെ അടിയിൽ പോവും. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മളുടെ ഐറ്റം. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു ഐറ്റം, ഇതിലെല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പം അതാണ് ഈ വാങ്ങിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പർച്ചേസ് എന്ന് പറയാൻ പറ്റുന്നത്. അത് സോനുവിന് വേണ്ടി വാങ്ങിച്ച ഒരു ഓണത്തിനിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷർട്ടാണ്. ആക്ച്വലി അത് ഞാനൊരു ഏറ്റവും ബെസ്റ്റ് പർച്ചേസ് എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു സാധനമാണ്. എനിക്ക് ഓണം ഷർട്ട് എൻ്റെ ഡ്രസ്സ് ബ്ലാക്കാണ്. അപ്പോൾ മാച്ച് ചെയ്ത് എനിക്കൊരു ബ്ലാക്ക് ഷർട്ട് ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ടെമ്പിൾ നോക്കിയപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് നന്നായിട്ട് വരുമെന്ന്. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയാണ് നന്നായിട്ട് വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ വന്നപ്പം എന്നെ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. ഞാൻ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പം ഓർഡർ ചെയ്തപ്പോൾ പക്ക സൈസിലാണ് വന്നേക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഓണം കുർത്തി ടൈപ്പ് ഷർട്ടാണ്, ചൈനീസ് കോളർ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ കാണിച്ചു തരാം. മെറ്റീരിയൽ വൈസ് നല്ല ഇങ്ങനെ ഫ്ലോപ്പി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. ഇത് കണ്ടില്ലേ, നല്ല ഫ്ലോപ്പി ആയിട്ട് കിടക്കുന്നത്. പിന്നെ കുറച്ച് സീ ത്രൂ ആണ്. അത് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇട്ട് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഇത് ഇച്ചിരി സീ ത്രൂ ആണ്. പക്ഷേ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രൈസും അടിപൊളിയായിരുന്നു. ഇത് പെട്ടെന്നൊരു ഓഫർ കിടക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതുണ്ടോ, ചൈനീസ് കോളറാണ്, നമ്മുടെ കുർത്തി ടൈപ്പ് ഷർട്ടാണ്. അപ്പോൾ കൈ ഫുൾ സ്ലീവാണ് വരുന്നത്. ആൾക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ട്. മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിരുന്നു.
നല്ല അടിപൊളി ഓണം വൈബ് ഷർട്ടാണിത്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇത്രയാണ് ഞാൻ വാങ്ങിച്ച ഒരു കുഞ്ഞു ടെമു പർച്ചേസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അപ്പോൾ ബൈ.